ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ചൂസ് ക്ലിക്സ്. ഞാൻ ഓരോ മേക്കപ്പ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് AI ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒത്തിരി വളവള സംസാരിച്ച് കളവാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് ഞാൻ ഒരു ഫോക്സ് സ്റ്റൈലിൻ്റെ ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തത്. തന്നെ നിവ്യയുടെ ഒരു ലിപ് ബാം ആണ് ഞാൻ ലിപ്പിൽ യൂസ് ചെയ്തത്. ഇത് പെയിന്റിംഗ് പാലറ്റ് ആണ്. ഇതെന്താണെന്നറിയോ? വേറൊന്നുമല്ല, ഇതെന്റെ ബ്രഷ് ആണ്. പാലറ്റ്, സ്പാച്ചുല, ബ്ലെൻഡർ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അടുത്ത ലെൻസ് ആണ് ഇടുന്നത്. ഏതാണെന്നും എന്നോട് ചോദിക്കരുത്, അറിയത്തില്ലെന്നല്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ലെൻസ് ആണ്. അത് ഞാൻ വീണ്ടും റീയൂസ് ചെയ്യും. അപ്പം ഞാൻ ഏതാ കമ്പനിന്നൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഇതുവരെ ലെൻസ് വെച്ചിട്ടില്ലാത്തവരും വെക്കാൻ ഉദ്ദേശിക്കുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഞാൻ ഈ കരയുന്നേ നിലവിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോറുണ്ടിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴിയില്ല. വീണ്ടും ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് C2Pയുടെ പ്രൊഫഷണൽ മേക്കപ്പ് പാലറ്റ് ആണ്. അൾട്രാ HD പെർഫെക്റ്റ് 8 കളേഴ്സ് സീരീസ് ആണ് ഇതിനുള്ളത്. ഇത് മൾട്ടി യൂസ് പാലറ്റ് ആണ്. കൺസീൽ ആയിട്ടും കോണ്ടൂർ ആയിട്ടും ഫൗണ്ടേഷൻ ആയിട്ടും യൂസ് ചെയ്യാം. ദെൻ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബേസ് കൊടുക്കുന്നത് ചാർമസി ഷെയ്ഡ് നമ്പർ 12 ആണ്. ദെൻ ഞാൻ വീണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചാർമസി തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്ന ഏത് ബേസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചാർമസി ആണ് തോന്നിയിട്ടുള്ളത്, സോ ഞാൻ അത് യൂസ് ചെയ്യുന്നു. ദെൻ ഞാൻ കോമ്പാക്ട് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലാം 21 ഓയിൽ കൺട്രോൾ സ്ലിക്ക് ആൻഡ് സോഫ്റ്റ് 2-in-1 പ്രോഡക്റ്റ് ആണ്. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? ചുമന്ന തൊടുത്തില്ലേ? അടുത്ത നമുക്ക് ഐ മേക്കപ്പ്. ഞാൻ ബ്ലൂ ലെൻസ് ഇട്ടിരിക്കുന്നിടത്ത് ഞാൻ ഓറഞ്ച് ഐ മേക്കപ്പും, ഓറഞ്ച് ലെൻസ് ഇട്ടിരിക്കുന്നിടത്ത് ഞാൻ ബ്ലൂ ഐ മേക്കപ്പും ആണ് ഇടാൻ പ്ലാൻ ചെയ്തത്. ദെൻ ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ റെഫറൻസ് പിക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ സ്വന്തം കലാപരിപാടികളാണ് ഇതൊക്കെ. ഓരോ വരയും കുറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങിട്ട് കൊടുത്തു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇങ്ങനെ സ്വയം സംതൃപ്തിപ്പെടുകയാണ്. ഞാൻ ആ ഓരോ എഡ്ജിലും വൈറ്റ് ഗ്ലിറ്ററും ഉണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ, റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ. കാണുന്നുണ്ടോ? ഒരു ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തിട്ട് ഹാഫ് സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഒരു ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് മതിയായിരുന്നു, സോ ഞാൻ അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടു. ദെൻ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് കാട്ടാളന്റെ പിരിവായില്ലേ? ഐബ്രോയുടെ താഴെ ഞാൻ വൈറ്റ് ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, AI ആണോ എന്ന്, ആ സംഭവമാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ബോർഡർ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് വരച്ചാലും ഫസ്റ്റ് നമ്മൾ ലൈൻ ചെയ്ത് നമുക്ക് വേണ്ടിടത്തൊക്കെ നമ്മൾ ലൈൻ ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ബോർഡർ ലൈൻ കൊടുക്കുക. ഞാൻ കണ്ണിലെ ലെൻസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇട്ടപ്പോൾ തൊട്ട് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ദെൻ ഞാൻ റെഡ് കളർ ഐ ഷാഡോ ലൈൻ ചെയ്തതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തത് ബ്ലാക്ക് കളർ പാലറ്റിനകത്തുള്ള ഫൗണ്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. ഞാനത് ആ ലൈൻസ് എല്ലാം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ ഫൗണ്ടേഷൻ വെച്ച് തന്നെ ഞാൻ മൗത്തിന്റെ 2 അറ്റവും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലോങ് മൗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, എൻ്റെ മൗത്തിൽ റെഡ് പിഗ്മെന്റേഷൻ ഇട്ടിട്ട് ഒട്ടും അറിയുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ മൗത്തിന് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് കളർ ഫൗണ്ടേഷൻ എൻ്റെ ചുണ്ടിൽ ആദ്യം ഇട്ടതിന് ശേഷം റെഡ് കളർ ഐ ഷാഡോ ഞാൻ എൻ്റെ മൗത്തിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ഞാൻ ബ്ലാക്ക് ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ വീണ്ടും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് മൗത്തിന്റെ 2 കോർണറും. പിന്നീട് ആ ബ്ലാക്ക് ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ മൗത്തിന്റെ സെൻട്രൽ പാർട്ടിലൂടെ ഞാൻ ലൈൻസ് വരയ്ക്കുന്നുണ്ട്. പിന്നീട് ഞാൻ M വരയ്ക്കുന്നുണ്ട്. ചുണ്ടിന്റെ മേൽഭാഗത്ത് M ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഞാൻ വരയ്ക്കൂലേ, അതുപോലെ ഞാൻ M അപ്പർ പോർഷനിലും വരയ്ക്കുന്നുണ്ട്, ഡൗൺ പോർഷനിലും വരയ്ക്കുന്നുണ്ട്. M-ൽ നിന്നും കുറച്ച് ലൈൻസ് ഞാൻ മൗത്തിന്റെ പോർഷനിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ. പിന്നീട് ഞാൻ ആ M-ന്റെ ഡൗൺ പോർഷനിൽ നിന്നും ചുണ്ടിന്റെ മിഡിൽ പോർഷനിലേക്ക് ഞാനൊരു ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പല്ല് വരയ്ക്കേണ്ട സ്ഥലത്തെല്ലാം വൈറ്റ് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഞാൻ ടീത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒറിജിനാലിറ്റി, ഒരു 3D ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോയിഷ് കളേഴ്സ് നമ്മൾ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത കുറേ ലൈൻസിൻ്റെ അടുത്തെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ പല്ലൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് പണി ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് റെഡ് ഫൗണ്ടേഷനും ബ്രൗൺ ഫൗണ്ടേഷനും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ വാ കീറിയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചുറ്റിനും ഒരു റെഡിഷ് കളറൊക്കെ വരാറില്ലേ, ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം സ്മഡ്ജ് ചെയ്ത് ചുറ്റിനും എടുത്തിട്ടുണ്ട്. വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ മൗത്തിൻ്റെ പോർഷൻ ഇല്ലേ, ആ മൗത്തിൻ്റെ പോർഷൻ നമ്മൾ കുറച്ചുകൂടെ 3D ലുക്ക് വരാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫൗണ്ടേഷൻ ലൈൻ ചെയ്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വാസലിനെടുത്ത് എന്തിനാണെന്നറിയോ, ഇതുപോലെ നമുക്കൊരു പൊള്ളിയ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മുറിഞ്ഞ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാസലിനെടുത്തത്. ആ വാസലിനകത്ത് തന്നെ ഞാൻ റെഡും
ഒരു യെല്ലോയിഷ് ഓറഞ്ച് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനത് അവിടെ എല്ലാം പുരട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്.